Hi all, this is Cock. Insidious. Out of the further. Insidious franchiseലെ the latest film. ലാസ്റ്റ് ഇറങ്ങിയത് 2023 ദ റെഡ് ഡോ ഞാൻ കണ്ടതാണ്. അപ്പോൾ ഇവർ വൻ ഉടായ്പ, ഇന്റർനാഷണൽ ഉടായ്പ, ഇതുപോലെ മൂഞ്ചൊരു ഫ്രാഞ്ചൈസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈവിൽ ഡെഡ് ഫ്രാഞ്ചൈസ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയിട്ടുള്ള ഈവിൽ ഡെഡ് ബേൺ എച്ചാതി കിട്ടലും പടം. അതിന് മുൻപ് അതിനും കിട്ടലും പടം ചെയ്തിട്ടുള്ള അതിനെ കിടപിടിക്കുന്ന പരിപാടി. ഇത് ഇന്റർനാഷണൽ മൂഞ്ചിക്കൽ അഥവാ ഇന്റർനാഷണൽ ഉടായ്പ് പരിപാടി. 1.25 മണിക്കൂറുള്ള സിനിമയാണ്. ലാസ്റ്റ് ദ റെഡ് ഡോറിൽ എന്താ അച്ഛനും മോനും ആ ഒരു ഇമോഷണൽ കണക്ഷൻ. അയാൾ കട്ടിലിനടിയിൽ കുനിഞ്ഞു നോക്കുന്നു, അപ്പോൾ എന്തോ കാല് കാണുന്നു. അയാളെ MRI എടുക്കാൻ കൊണ്ടുപോകുന്നു, അവിടെ നിന്ന് അയാൾ എന്തോ രൂപം കാണുന്നു. അപ്പോൾ ഇത് എൻറ്റിറ്റി ഡീമൻ പരിപാടി, ആരോ കൂടെ കൂടുന്നു. പിന്നെ ഈ വേൾഡ് ഉണ്ടല്ലോ, ഈ മെറ്റാഫിസിക്കൽ വേൾഡ്, അതുപോലെ തന്നെ നമ്മുടെ റിയൽ വേൾഡ്, ഇതെല്ലാം വെച്ചിട്ട് ഒരു ഡീമൻ. അയ്യോ, ഒരു ടു ഫീൽ എനിത്തിങ്, ഫീലിംഗ് നത്തിങ്, ദ സെയിം ഷിറ്റ്. അതാണ് ഈ ഒരു ഫ്രാഞ്ചൈസിനെ കുറിച്ച് പറയാനുള്ളത്. ഞാൻ കണ്ടതിൽ ഈ ഒരു സംഭവത്തിൽ, ഈ ഇൻസിഡിയസിൽ ഈ ഒരു പരിപാടിക്കകത്ത് ഉള്ള ഏറ്റവും മോശം ഒരു 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 മണ്ണും ചാവണമല്ലാത്ത സാധനം. അതായത് ഇൻസിഡിയസ് എന്ന് പറഞ്ഞ് കാണിക്കുന്ന ഇതിൽ സെയിം ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു അമ്മയും മോളും പിന്നെ അമ്മാമ്മ ഓൾറെഡി ഡെഡായിപ്പോയി. അപ്പം അമ്മാമ്മയെ പിന്നെ കാണുന്നു, സംസാരിക്കുന്നു. പിന്നെ ഇതിലെ പരിപാടി അറിയാലോ, പരസ്പരം ഇങ്ങനെ മറ്റേ ലൂസിഡ് ഡ്രീമിങ്, അങ്ങോട്ട് ട്രാവൽ ചെയ്യാം, മരിച്ച ആൾക്കാരായിട്ട് സംസാരിക്കാം, മരിച്ച ആൾക്കാർ അദ്ദേഹത്ത് വരാം, ഡ്രീം ചെയ്യാം, അവരിങ്ങോട്ട് ഇറങ്ങി വരും. പിന്നെ കുറേ പല്ലാടും കളവന്മാരും നശിക്കപ്പെടും സ്വാമി, നശിക്കപ്പെടും. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരു സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്റ്റൻഡ് സീൻ. ലൈക്ക് ഒരു സീൻ ആരംഭിച്ചു കഴിഞ്ഞാൽ ആ സീൻ കുറേ ഇങ്ങനെ പ്ലോങ് ചെയ്യും, പെട്ടെന്ന് അവസാനിക്കില്ല. അങ്ങനെ ബിഗിനിങ്ങിൽ ആ പരിപാടി രസം ഉണ്ടായിരുന്നു. ഇത് തന്നെയാണ് ലാസ്റ്റ് കണ്ടതും അതിന് മുൻപ് കണ്ടതും. അപ്പൊ ഇതിനൊരു അവസാനമില്ലേ? ആൾക്കാരെങ്ങനെ ഈ ഒരു ഇൻസിഡിയസ് എന്നുള്ള ഒരു ബ്രാൻഡ് വാല്യൂ വെച്ചിട്ട്, ഈ ഒരു ഫ്രാഞ്ചൈസിന്റെ സാധനം വെച്ചിട്ട് എത്ര കാലം അങ്ങനെ മുമ്പിച്ചിട്ട് മുന്നോട്ട് പോവുക? ഈ ഒരു സാധനം ദ വേസ്റ്റ് ഷിറ്റ്, പക്കാ ഷിറ്റ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു വസ്ത്രം കൊള്ളില്ല, ഇതിൽ ഫീലിംഗ് നത്തിങ്, ഇതിലൊന്നുമില്ല വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ ഇല്ല. ഇതിൽ ജംപ് സ്കെയർ എല്ലാം കണ്ടിട്ട് എത്ര കാലമായിട്ട് നമ്മൾ കണ്ടോണ്ടിരിക്കും. ജംപ് സ്കെയർ ഞാൻ പറഞ്ഞില്ലേ, കുറെ വിയേർഡായിട്ടുള്ള പല്ലാടും കളവന്മാർ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതിലെ സെക്കൻഡ് സ്മൈൽ എന്ന് പറഞ്ഞുള്ള ഒരു ഡെന്റിസ്ട്രി, ഇതിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡെന്റിസ്റ്റ് ആണ് ഇതിലെ. പിന്നെ അമ്മയും മോളുടെ പേര് പെട്ടെന്ന് എനിക്ക് ഓർമ്മയുണ്ട്, മായ. ഒരു ഇന്ത്യൻ, നമ്മുടെ ഇയാളുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ മറ്റേ ഉണ്ടല്ലോ ഷെഫ്നലിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഇന്ത്യനിഷ് പേരായതുകൊണ്ട് മായ ആണ് ഓർത്ത് പറയുന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി അമ്മ ഒരു ഗോത്തിക് സ്ട്രക്ചർ ഞാൻ പറയുന്നില്ല, അത് വേറെയാണ്. അതായത് ഒരു പഴയ വീട്, ഒരു പുരാതനമായ വീട്, അതായത് വുഡൻ വീട്. ആ വീടിനകത്ത് കൈമാറി വന്ന വീടിനകത്ത്, അതായത് സെയിം സാധനം. ഇതിൽ ഒരു പരട്ട കളവി ഉണ്ടല്ലോ, മറ്റേ ലൂസിഡ് ഡ്രീമൊക്കെ നടത്തുന്നത്, ആ കളവി ഇതിനകത്തുണ്ട്. ആ കളവി ആണ് ഇവരൊക്കെ എങ്ങനെ ആക്കി വരുന്നത്. അപ്പോൾ കുറേ ഇതിൽ ഞാൻ പറഞ്ഞില്ല, ഇത് ഇവർ ഡെന്റിസ്റ്റ് ആയതുകൊണ്ട് ഇതിൽ കുറേ അങ്ങനത്തെ ഈ പല്ലുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കിതൊക്കെ ഭയങ്കര എന്താ കാണിക്കുന്നേ. അയ്യോ, ഇതിൽ ഒരു കളവനുണ്ട്, ഒരു പല്ലാടും കളവൻ. പുള്ളിയുടെ വായ്ക്കകത്ത് ക്യാമറ വെച്ചിട്ട് കാണിക്കുന്നത്. ഞാൻ ചുമ്മാ പറഞ്ഞാണ്, വാക്കകത്ത് ക്യാമറ വെക്കുന്നില്ല. അങ്ങനെ നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കുക. ഇയാളെ പല്ലെടുക്കുന്നു, ഇയാളെ ക്യാവിറ്റി, ഇയാളെ വായ്ക്കകത്ത് മുട്ടി അത് പിടിച്ച് വലിക്കുന്നു. അത് നമ്മളെ ചുമ്മാ ഒരു കാര്യമില്ലാതെ വിയേർഡായിട്ടുള്ള യക്കിയായിട്ടുള്ള സീൻസ് കാണിക്കല്ലാതെ അതിന് ഒരു നമ്മൾ കാണാത്ത സംഭവമായിട്ടോ, ഒരു അൺപ്രസന്റഡ് ആയിട്ടോ, അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടോ ഒന്നുമില്ല. ഇതങ്ങനെ മറ്റേ കഴിഞ്ഞ പടത്തുകളിൽ പറഞ്ഞ് വോമിറ്റ് ചെയ്യുമ്പോൾ കുറേ ഛർദി വന്നങ്ങ് വീഴും. ഒരുത്തൻ ക്ലോസറ്റിൽ തല മുക്കിയിട്ട് ഇങ്ങനെ കണ്ണൊന്നുമില്ലാണ്ട് ഇങ്ങനെ പറഞ്ഞ് കളിക്കുന്നു. അപ്പോൾ അങ്ങനെ വരും. അതിന് പകരം കുറേ പല്ല്, എന്നിട്ട് കുറേ ടീത്ത് കൂട്ടിയിട്ടേക്കുന്നു. ഈ ടീത്ത്, ഈ
ഞാൻ പറഞ്ഞില്ല, ഇതിൽ നിങ്ങൾ ഡെന്റിസ്റ്റിലാണ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറേ സംഭവം മനസ്സിലാവും നിങ്ങൾക്ക്. ഇത് കണ്ട് മനസ്സിലാക്കണതല്ല, നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റും. അതായത് ഇങ്ങനെ പറഞ്ഞിട്ട് കുറേ ഇങ്ങനെ ഒരു കള, പിന്നെ ഒരു അങ്ങനത്തെ കുറച്ച് പല്ലാടും കിളവിയും, പിന്നെ ഫാമിലിയും, പിന്നെ ഒരു പോലീസുകാരൻ, ഇങ്ങനെ കാണിച്ച് പോവാ. ഇത് 1.25 മണിക്കൂറേ ഉള്ളൂ. ഞാൻ പറഞ്ഞ ആദ്യത്തെ കുറേ സീൻസ് ലോങ് സീൻസാണ്. ഒരു സീൻ തുടങ്ങി അടുത്ത സീനിലേക്ക് കടക്കുന്നവരെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ ഒരു സീന്. ഇതിൽ ഒരു ഒരു ഫോർട്ട് ഉണ്ടാക്കുന്നുണ്ട്. എന്ത്? പില്ലോ ഫോർട്ട്. പിള്ളേരൊക്കെ ഉണ്ടാക്കുന്നത് വീട്ടിൽ പിള്ളേർ ഉള്ളവർക്ക് അറിയാം, അല്ലാത്തവർക്ക് അറിയാം. പില്ലോ ഫോർട്ട് വെച്ചിട്ട് അല്ലെങ്കിൽ വീടിനകത്ത് ഫോർട്ട് ഉണ്ടാക്കിയിട്ട് ഈ സ്ത്രീ ഇതിനകത്ത്, ഈ ഡെന്റിസ്റ്റിനകത്ത് കയറുന്ന സമയത്ത്, അവരെ പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല, ഇവർ കയറുന്ന സമയത്ത് അത് പെട്ടെന്ന് മാറുവാണ്. ക്ലോസ്ട്രോഫോബിയുള്ള ആൾക്കാർക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല, അതിന് കാര്യമായിട്ട് പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പം നമുക്കറിയാം. അപ്പം ഇവരിങ്ങനെ പോവാ, ഇവരിങ്ങനെ പോയി എത്ര സമയം? ആകെ 1.25 മണിക്കൂറേ ഉള്ളൂ. അതിൽ 10 മിനിറ്റ് ഇവരിങ്ങനെ പോവുക. ഇതിങ്ങനെ കണ്ടോണ്ടിരിക്കണം നമ്മൾ. ഇങ്ങനെ ഒരു ഞാൻ പിന്നെ ഞാൻ പറയുകയാണ്, മടുത്ത് ഇവർ പോയിട്ട് ലാസ്റ്റ് ജംപ് സ്കെയർ വരുന്ന ഉറപ്പാണ്. എനിക്ക് സത്യം പറഞ്ഞ ചിരിയെ വന്ന് ഏതൊക്കെയോ മറ്റേ ഡൊണാൾഡ് ട്രംപിന് മറ്റേ ഇത് വെച്ച പോലെയൊക്കെ ഉണ്ട്, മറ്റേ പല്ലില്ലാണ്ടാക്കിയ പോലത്തെ കുറേ കളവന്മാരും. അങ്ങനെ ഒരു ഗുണമില്ല. ഇത് ഫസ്റ്റ് ഹാഫിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ബിഗിനിങ്ങിൽ ബിൽഡപ്പിൽ എന്തൊക്കെയോ ഒരു ഡെന്റിസ്റ്റാണ്, പല്ലുമായിട്ട് ബന്ധപ്പെട്ട കുറേ സാധനങ്ങൾ അത് കാണിച്ച് ഇത് കാണിച്ച്. പിന്നെ ഫസ്റ്റ് ഹാഫ് ഞാൻ പറഞ്ഞത് ഇവിടെ ലൈറ്റ് ഓഫ് ആക്കിയ സമയം, ലൈറ്റ് ഓൺ ആക്കിയ സമയം പറയുന്നത്. ഇതിന് ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ഒന്നും കാണൂല, ആകെ 1.25 മണിക്കൂറുള്ളൂ. പിന്നെ ഇതിൻ്റെ അവസാന ഭാഗത്തേക്ക് വന്നപ്പോൾ എന്തൊക്കെയോ കളിക്കുന്നത്, ഇങ്ങനെ വെറുതെ സോംബീസിനെ പോലെ ഇങ്ങനെ ഇവരെങ്ങനെ വന്നിട്ട് പല്ലാടും കിളവന്മാരും ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കളിക്കുക. ഫീലിംഗ് നത്തിങ്, വേസ്റ്റ്, അട്ടർ വേസ്റ്റ്, 100% വേസ്റ്റ്. ഈ സാധനം തിയേറ്ററിൽ പോയി കാണുന്നത് മാത്രമല്ല, ഇതിനോട് ലൈഫിൽ 1.25 മണിക്കൂർ വേസ്റ്റഡ് സാധനങ്ങൾ ഒന്നുമില്ല ഇതിനകത്ത്. നമ്മൾ എന്തൊക്കെ ജോണറിൽ, എന്തൊക്കെ സിനിമകൾ, എന്തൊക്കെ ഭാഷകൾ നമ്മൾ കാണുന്നു ഡെയിലി ബേസിസിൽ, അതിൽ ഒരിക്കലും അതിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത ഒരു അട്ടർ വേസ്റ്റ് സിനിമ. ഞാൻ സാധാരണ ഇംഗ്ലീഷ് സിനിമകൾ തിയേറ്ററിൽ പോയി കാണുന്നത് ഭയങ്കര ചൂസ് ചെയ്തിട്ടാണ് കാണുന്നത്. ഇത് ഞാനുള്ള ചെയ്തൊരു ഫ്രാഞ്ചൈസ് അല്ലേ, ലാസ്റ്റിലത്തെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അച്ഛനും മോനും മറ്റേതും അവനെ ഹോസ്റ്റലിൽ പോയിട്ടുള്ള അവൻ്റെ പ്രശ്നങ്ങളും പരിപാടികളും കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. ഇത് ഒരു വാസ്തവനും കൊള്ളില്ല. ആ സിനിമ കഴിഞ്ഞിട്ട് ആൾക്കാരിങ്ങനെ ഇത് കഴിഞ്ഞോ, ഈ മാങ്ങത്തൊലി കാണാനാണ് നമ്മൾ ഇത്രയും സമയം ഇരുന്നത് എന്നുള്ളതാണ്. വിയേർഡ്നെസ് ഉണ്ട് ഭയങ്കരമായിട്ടുള്ള, എന്താ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് അങ്ങനെ കുറേ സാധനങ്ങൾ സീൻസ് ഉണ്ട് എന്നല്ലാതെ ഫീലിംഗ് നത്തിങ്. ഒരു സ്കെയറി ആയിട്ടോ അല്ലെങ്കിൽ ഭയങ്കര ബ്രൂട്ടൽ വയലൻസോ അങ്ങനത്തെ ഒന്നുമില്ല, ഗോർ ഐറ്റംസോ ഒന്നുമില്ല. ചുമ്മാ കുറേ കളവികളും പിന്നെ അമ്മാമയും മോളും കൊച്ചുമോളും, അങ്ങനത്തെ ഒരു ഇന്റർനാഷണൽ മുമ്പൻ.